നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 244. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 13-ാം അധ്യായം ശ്ലോകം 44. ക ശ്രദ്ധധീതാന്യതമസ്തവ പ്രഭോ രസാംഗദായാ ഭുവ ഉദ്വിഭർഷണം ന വിസ്മയോ അസോ ത്വയി വിശ്വവിസ്മയേ യോ മായയേദം സസൃജേ അതിവിസ്മയം. ഇതാണ് ശ്ലോകം. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, രസാതലത്തെ പ്രാപിച്ചിരുന്ന ഭൂമിയുടെ ഉദ്ധരണം മറ്റേതൊരുവൻ ശ്രദ്ധിക്കും. സകല വിസ്മയത്തോടു കൂടിയ അങ്ങയിൽ ഇത് ആശ്ചര്യമല്ല. യാതൊരുവൻ അത്യാശ്ചര്യമായിരിക്കുന്ന ഇതിനെ മായ കൊണ്ട് സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടി മുഴുവൻ മായയാണ്. കാരണം ഇല്ലാത്തത് ഭ്രമം ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഭ്രമം ഇല്ലാതെ കണ്ടിരിക്കുന്നത് ആത്മാരാമത്വം. അതാണ് സത്യത്തിൽ അവസ്ഥ. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുന്നുണ്ട്. ഹേ പ്രഭോ, രസാതലത്തിൽ ചെന്നിരിക്കുന്ന ഭൂമിയെ ഉയർത്തുവാൻ സാധ്യമാണെന്നുള്ള വിചാരം തന്നെ അങ്ങയെ ഒഴിച്ച് അന്യയായ ഏതൊരുവനുണ്ടാവും? ഇത്രയും വലിയ ഭൂമിയെ ജലാന്തർഭാഗത്തിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ഒരു സൂപ്പർ നാച്ചുറൽ പവറിന് മാത്രമേ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സൂപ്പർ നാച്ചുറൽ പവർ നമ്മുടെ ഉള്ളിൽ ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണത്തിൽ ഒരു തേജോപുഞ്ചമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പറയണു, എന്തുകൊണ്ടെന്നാൽ യാതൊരു നിന്തിരുവടി അങ്ങയുടെ അചിന്ത്യമായ പ്രഭാവത്താൽ ദേവമാനുഷ മൃഗപക്ഷ്യാദ്യാത്മകമായ അന്യോന്യ ഭിന്നവർഗത്തെ ഏകമായ വീര്യത്തിൽ നിന്ന് ജനിപ്പിച്ചിരിക്കുന്നുവല്ലോ. വളരെ അർത്ഥവത്തായിട്ടുള്ള അല്ലെങ്കിൽ ആലോചിക്കാൻ വകയുള്ളൊരു വാചകമാണത്. ഈ പ്രപഞ്ചത്തിൽ എക്സ്ട്രീം വ്യത്യാസമുള്ള ജീവജാലങ്ങളുണ്ട്. അതിൻ്റെ ഒക്കെ സൃഷ്ടികർത്താവ് ഒരാളാണ്. അത്രയും മൈന്യൂട്ടായിട്ടുള്ള പാപപുണ്യങ്ങളെ കണക്കിലെടുത്ത് അത് അനുഭവിപ്പിക്കലാണ് ഈശ്വരൻ്റെ കടമ. എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. എത്ര നന്മ ചെയ്തിട്ടുണ്ട് എന്ന് പൊലിപ്പിച്ചു പറഞ്ഞാലും വാസ്തവം അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഈശ്വരൻ മാത്രമാണ്. എനിക്ക് വളരെയധികം ആശ്ചര്യമുണ്ട് ഇത് പറയുമ്പോൾ. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെല്ലാമോ തെറ്റിദ്ധരിച്ചിട്ടാണ് നമ്മൾ ജീവിതത്തിനെ കാണുന്നത്. ഒന്നും തെറ്റിദ്ധരിക്കാനില്ല. പ്ലെയിൻ ടോക്കാണ്. തന്നിൽ കവിഞ്ഞൊരു ദൈവവും ഇല്ല എന്ന് പറഞ്ഞതാണ് ശരി. അഹം ബ്രഹ്മാസ്മി തത്വമസി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു, ബീജം ഒന്നായിരിക്കെ അതിൽ നിന്നുണ്ടാകുന്ന സസ്യങ്ങൾ ബഹുവിധങ്ങളായിരിക്കുക എന്നത് അത്യാശ്ചര്യമല്ലയോ? അതായത് പടുമുള മുളച്ച മത്തൻ വലുതാവും. ശുഷ്കാന്തിയോടുകൂടി കുത്തിയിട്ടതൊന്നും ചിലപ്പോൾ മുളച്ചു എന്ന് വരില്ല, അല്ലെങ്കിൽ കായ് തരും. അപ്പോൾ അതാണ് ഈശ്വരൻ ഓരോ വിത്തിലും ആരായിട്ടുണ്ട്? ചൈതന്യമായിട്ടുണ്ട്.
അപ്പോൾ ആ അത്യാശ്ചര്യത്തെ നടത്തുന്ന നിന്തുരുവടിയുടെ മറ്റേതൊരു പ്രവൃത്തിയും ആശ്ചര്യകരമാണെന്ന് പറഞ്ഞുകൂടാ. ഇനി 45-ാമത്തെ ശ്ലോകം. വിധുന്വതാ വേദമയം നിജം ബഭുർജനസ്തവ സത്യനിവാസിനോ വയം സടാശിഗോദ്ഭൂതശിവാംബുബിന്ദുഭിർ വിമൃജ്യമാനാ വൃഷമീശപാവിതാം. ഹേ ഈശ്വര, ജനർലോകം, തപോലോകം, സത്യലോകം എന്ന സ്ഥാനങ്ങളിൽ വസിക്കുന്ന ഞങ്ങൾ വേദാത്മകമായിരിക്കുന്ന സ്വദേഹത്തെ ധൂനനം, അതായത് കുടയുക എന്ന പ്രവൃത്തി, കുടയുക ഈ ശരീരത്തിനെ ചെയ്യുന്ന നിന്തുരുവടി നിമിത്തം, അതായത് കയ്യ കാലമൊക്കെ പ്രവർത്തിക്കുന്നത് ചൈതന്യം ഉള്ളിലുള്ളത് കൊണ്ടാണ്, പുറമുള്ളത് കൊണ്ടായില്ല. ഡോക്ടർക്ക് ചൈതന്യം ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് മരിക്കുമോ? അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ചൈതന്യം പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ ഒരു ഡോക്ടർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. അതന്നെയാണ് അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, വാട്ട് എവർ റിലേഷൻ യു ആർ സ്പീക്കിംഗ് ഓർ ടേക്കിംഗ് കെയർ ഓഫ്, ദർ ഇസ് നോ ഗ്യാരണ്ടി. അതുകൊണ്ടാണ് പറഞ്ഞത്, പിന്നെ നിന്തിരുവടി നിമിത്തം സടകളുടെ അഗ്രഭാഗങ്ങളിൽ നിന്ന് പുറപ്പെട്ട പരിശുദ്ധ ജലബിന്ദുക്കളാൽ, അതായത് ഈ സൂകരമൂർത്തിയുടെ രോമത്തിൻ്റെ അറ്റത്ത് ഉള്ള അത് കുടയുമ്പോൾ ഉണ്ടാവുന്ന ആ തുള്ളികൾ എത്രത്തോളം ഉണ്ടോ അതേപോലെ മാർജനം ചെയ്യപ്പെട്ടവരായിട്ട് ഏറ്റവും പരിശുദ്ധന്മാരാക്കപ്പെട്ടു, അതായത് പുണ്യാഹം തെളിച്ച മാതിരി എന്നർത്ഥം. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥ പറഞ്ഞത്, അല്ലയോ ഈശ്വര, നിന്തുരുവടിയുടെ വേദാത്മകമായ ഈ ശരീരത്തെ ജലത്തിൽ നിന്ന് കയറി വന്ന ഉടനെ കുടഞ്ഞ സമയം പിരടി രോമങ്ങളുടെ അഗ്രങ്ങളിൽ നിന്ന് വ്യാപിച്ചതായ പുണ്യജലത്തുള്ളികൾ ജനർലോകം, തപോലോകം, സത്യലോകം എന്നീ സ്ഥലങ്ങളിൽ വസിക്കുന്ന ഞങ്ങളുടെ ശരീരങ്ങളിൽ സ്പർശിച്ചതുകൊണ്ട് ഞങ്ങൾ എത്രയും പരിശുദ്ധരായി ഭവിച്ചു. വെറുതല്ല യജ്ഞമൂർത്തേ എന്ന് പറഞ്ഞത്. യജ്ഞവരാഹമൂർത്തിയുടെ ശരീരവൈപുല്യം എത്രയായിരുന്നുവെന്ന് ഈ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഭീമാകാരം എന്നേ പറയാൻ പറ്റുള്ളൂ, എത്രത്തോളം ഭീമമാണെന്ന് പറയാൻ പറ്റില്ല. 46-ാമത്തെ ശ്ലോകം. സവൈ ബദഭ്രഷ്ടമതിസ്തവൈഷതേയ കർമ്മണാം പാരമപാരകർമ്മണാം യദ്യോഗമായ ഗുണയോഗമോഹിതം വിശ്വം സമസ്തം ഭഗവൻ വിദേഹിഷം. അപ്പോൾ കരകാണാൻ കഴിയാത്ത കർമ്മങ്ങളോടുകൂടിയ അങ്ങയുടെ കർമ്മങ്ങളുടെ അവധിയെ യാതൊരുവൻ ഇച്ഛിക്കുന്നു, അവൻ തന്നെ ബുദ്ധി കുറഞ്ഞവൻ. എല്ലാ ലോകവും ഉദ്യോഗമായ ലോകവും യാതൊരുവൻ്റെ യോഗമായയുടെ ഗുണയോഗം നിമിത്തം മോഹിച്ചതാകുന്നു, അതായത് മായയിൽ കുടുങ്ങുക. ഹേ ഭഗവാനെ, മോക്ഷത്തെ ചെയ്യണമേ. എന്താ മോക്ഷത്തെ ചെയ്യണമേ എന്ന് പറഞ്ഞാൽ ഭക്തിജ്ഞാന വൈരാഗ്യം കൂടി ജീവനെ പുനരഭിജനനം പുനരഭിമരണത്തിൽ നിന്ന് രക്ഷിച്ച് മോക്ഷത്തെ കൊടുക്കുക. അതന്നെയാണ് മോക്ഷത്തെ ചെയ്യണമേ പറഞ്ഞത്. ധർമാർത്ഥ കാമ മോക്ഷം. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ഇങ്ങനെ സ്വബുദ്ധിക്കനുസരിച്ച് സ്വസ്ത്രം ചെയ്ത ശേഷം ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഇൻ്റലിജൻസ് സ്വസ്ത്രം ചെയ്യാനുള്ള കഴിവ് വ്യത്യാസമാണ്. ഒരേപോലെ ആർക്കും പറ്റില്ല. പഞ്ചരത്നാലാപനം ഒരേപോലെയൊക്കെ ചെയ്യുന്ന വെച്ചാൽ ചില വാക്കുകൾ വിഴുങ്ങുമ്പോൾ മറ്റുള്ളവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രമോഷനുണ്ടോ? അപ്പോൾ ഇങ്ങനെ സ്വബുദ്ധിക്കനുസരിച്ച്, ആ സ്വബുദ്ധി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് കടം കൊടുക്കാൻ പറ്റില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോ, ഭർത്താവിനോ ഭാര്യയ്ക്കോ, കുട്ടികൾക്കോ, മക്കൾക്കോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ആയുസ്സും മാറ്റാൻ പറ്റില്ല. പിന്നെ എന്താ ഈ സ്വന്തം എന്ന് പറഞ്ഞത്? ആലോചിച്ച് നോക്കൂ. ബാങ്ക് ബാലൻസോ? നെവർ, ഒരിക്കലും അല്ല. അപ്പോൾ സമ്പൂർണമായി സ്തുതിപ്പാൻ ആർക്കും ശക്തിയില്ലെന്ന് കാണിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹേ ഭഗവൻ,
നിന്തിരുവടിയുടെ കർമ്മങ്ങൾക്ക് അവധിയില്ലാതിരിക്കെ, നോ റെസ്റ്റ് അറ്റ് ആൾ എന്നാ പറയാം, അവയുടെ അവധി കാണണമെന്ന് ആഗ്രഹിക്കുന്നവൻ ബുദ്ധിയില്ലാത്തവനാണ്. ഭഗവാന്റെ കഴിവിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളത് ഉണ്ടാവില്ല, അത്രയും വിപുലമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നതെന്നാൽ അവിടുത്തെ യോഗമായയുടെ ഗുണങ്ങളോട് ചേർന്നതുകൊണ്ട് ആ വിധം ആഗ്രഹം ജനിക്കുന്നതാകുന്നു. ലോകം സമസ്തവും മായാഗുണമോഹിതമായിരിക്കുന്നു. ലോകം സമസ്തവും മായാഗുണമോഹിതമായിരിക്കുന്നു. മനസ്സിലായില്ലേ? ഞങ്ങളാകട്ടെ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ, ഞങ്ങൾക്ക് സൗഖ്യം ആനന്ദം തരണേ എന്ന് പറഞ്ഞു. മൈത്രേയ ഉവാച 47-ാമത്തെ ശ്ലോകം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 2 വരിയാണ്. ഇതുവരെ 4 വരി ശ്ലോകമായിരുന്നു. ഇത്യുപസ്ഥീയമാനസ്തൈർമുനിഭിർബ്രഹ്മവാദിഭി സലിലേ സ്വഗുരാക്രാന്ത ആദത്താവിതാവിനാം. അതായത് വേദത്തെ ഉച്ചരിക്കുന്ന ആ മുനിമാർ ഇപ്രകാരം സ്തുതിക്കപ്പെടുന്ന രക്ഷിതാവ് തൻ്റെ കുളമ്പുകളാൽ ആക്രമിക്കപ്പെട്ടതായ ജലത്തിൽ ഭൂമിയെ സ്ഥാപിച്ചു. അതാണ് ഇത്യുപസ്ഥീയമാനസ്തൈർമുനിഭിർബ്രഹ്മവാദിഭി സലിലേ സഗുരാക്രാന്തേ ഉപാദത്താവിതാവിനാം. ഉപാദത്ത കേട്ടോ. അപ്പോൾ മൈത്രേയൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാവാർത്ഥം പറയണോ? വേദതുല്യങ്ങളായ വാക്കുകൾ കൊണ്ട് മുകളിൽ പറഞ്ഞ വിധം മുനിമാരാൽ സ്വസ്ത്രം ചെയ്യപ്പെട്ടിരിക്കുന്ന ലോകരക്ഷിതാവായ ഭഗവാൻ ഈ ലോകത്തിൻ്റെ രക്ഷിതാവാണ്, ലോകരുടെ മുഴുവൻ രക്ഷിതാവാണ്. ഏതേത് നാമത്തിൽ വേണമെങ്കിലും വിളിച്ചോളൂ. ക്രിസ്തു എന്ന് വിളിച്ചോളൂ, അള്ളാഹു എന്ന് പറഞ്ഞോളൂ, കൃഷ്ണൻ എന്ന് പറഞ്ഞോളൂ, ഒന്നാണ്. അതല്ല എന്ന് പറഞ്ഞവരെ മൂഢന്മാരെന്നേ ഞാൻ പറയുള്ളൂ, വിവരമില്ലാത്തവർ, അത്രയേ ഉള്ളൂ. അതിലിപ്പോൾ ഹിന്ദുക്കളിലുണ്ട്, എല്ലാ വിഭാഗക്കാരിലുണ്ട്, നല്ലവരുമുണ്ട് ചീത്തവരുമുണ്ട്. അപ്പോൾ ലോകരക്ഷിതാവായ ഭഗവാൻ തൻ്റെ കാലടികളുടെ സ്പർശനം നിമിത്തം ധാരണാശക്തിയോടുകൂടിയ ആ കാരണജലത്തിൽ ഭൂമിയെ ഉറപ്പിച്ചു. ആണെങ്കിൽ ഇനി ഭഗവാന്റെ ശക്തി ഭൂമിക്ക് സിദ്ധിച്ചത് കൊണ്ടാണ് കാരണജലത്തിൽ താണുപോകാതെ നിൽക്കുന്നത്. അത് വലിയൊരു അറിവായിരിക്കും സാധാരണക്കാരന്. ഭഗവാന്റെ ശക്തിക്ക് ഭൂമിക്ക് സിദ്ധിച്ചത് കൊണ്ടാണ് കാരണജലത്തിൽ താണുപോകാതെ നിൽക്കുന്നത്. ഇപ്പോൾ പലതരത്തിൽ എന്താണ് പറയുക, അഷ്ടഗജങ്ങൾ താങ്ങി നിൽക്കണു എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അനന്തൻ്റെ 1000 തലയിൽ ഒരു കടുകുണി പോലെ ഭൂമി ഇരിക്കണു എന്നൊക്കെ, അത് ഒരു ഭാഗം വേറെ. പക്ഷെ സത്യത്തിൽ എല്ലാവർക്കും അറിയാം, ദിനരാത്രങ്ങൾ എവിടെയുള്ളൂ? ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നൊരു 1.5-2 കിലോമീറ്റർ പോയാൽ കഴിഞ്ഞു, വേറെ ഒന്നുമില്ല, പിന്നെ ശൂന്യമാണ് സ്കൈ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം, അറിയണം. നമ്മൾ മറ്റുള്ളവരെ പോലെ കാര്യടവേ ആവാൻ പാടില്ല, അന്തസത്ത മനസ്സിലാക്കണം എന്നർത്ഥം. 48-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. സ ഇത്തം ഭഗവാൻ ഉർവീം വിശ്വക്സേന പ്രജാപതി രസായാലീലയോന്നീതാമപ്സു നൃസ്ന്യസ്യ യയോ ഹരി. 4 ഭാഗത്തും പ്രവേശിച്ചിരിക്കുന്ന ആജ്ഞയോടുകൂടിയ പ്രജാപതി, അത് ബ്രഹ്മാവ്, പ്രജാപാലകനായ ആ ഭഗവാൻ പ്രയാസം കൂടാതെ, അതായത് ലീലയാ പ്രയാസം കൂടാതെ രസാതലത്തിൽ നിന്ന് ഉദ്ധരിച്ചതായ ഭൂമിയെ ജലത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് യാനം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ആ വരാഹം എവിടേക്കാണ് പോയതെന്ന് അറിയില്ല, അതെന്നെ ചുരുക്കി പറഞ്ഞ. ഏതൊരു ദിക്കിലും തടസ്സമില്ലാത്ത ആജ്ഞയോടുകൂടിയ ഭഗവാൻ വരാഹമൂർത്തി ഇപ്രകാരം രസാതലത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഭൂമിയെ ജലത്തിൽ ഉറപ്പിച്ചു.
ഭക്തന്മാരുടെ സങ്കടങ്ങളെ നിശേഷം നശിപ്പിക്കുന്ന ശ്രീഹരി അവിടെ തന്നെ മറയുകയും ചെയ്തു, അന്തർധാനം ചെയ്തു എന്നാ പറയാം. 49 നാല് വരി ശ്ലോകങ്ങളാണ് കേട്ടോ. ഏവമേതാം ഹരിമേധസോ ഹരേ കഥാം സുഭദ്രാം കഥനീയമായിനാം ശൃണ്ണീത ഭക്ത്യാ ശ്രവയേതവോഷതീം ജനാർദ്ദനോ അസ്യാശു ഹൃദി പ്രസീദതി. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയണത്, ദുഃഖത്തെ തീർക്കുന്നവൻ നമ്മുടെ ഉള്ളിലുണ്ടായിട്ടും നമ്മൾക്ക് എന്താ ദുഃഖം ഉണ്ടാവാൻ കാരണം കൂട്ടരെ ഇല്ലേ? ശ്രദ്ധിക്കണ്ടേ? ദുഃഖത്തെ തീർക്കുന്നവനാണ് ശ്രീഹരി. അതൊരു തേജോപുഞ്ചായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതറിയാണ്ട് പോകുന്നത് മോശമല്ലേ? അപ്പോൾ വ്യക്തിത്വത്തിനെ ആരാധിക്കണം, വ്യക്തിനല്ല ആരാധിക്കേണ്ടത്. അപ്പോൾ ഈശ്വരൻ്റെ വ്യക്തിത്വം എന്താ? ഈശ്വരൻ്റെ വ്യക്തിത്വം സർവജീവ ഗുഹാശയ. ആ ബഹുമാനം നമ്മൾ കൊടുക്കണ്ടേ? അപ്പോൾ പറഞ്ഞു, ദുഃഖത്തെ തീർക്കുന്നവനും പറയത്തക്ക മായാഗുണശാലിയുമായ, അതായത് പറയത്തക്കതാണ്, അത്രയും പ്രാധാന്യമുള്ളതാണ്, ഹരിയുടെ ഏറ്റവും മംഗളകാരിണിയായ ഈ പരിശുദ്ധ കഥയെ, ഈ വരാഹമൂർത്തിയുടെ കഥ ആർ കേൾക്കുമോ, ഭക്തിയോടുകൂടെ കേൾപ്പിക്കുമോ? ഇവിടെ അത് രണ്ടും നടക്കുന്നുണ്ട്. ഭഗവാൻ കേൾപ്പിക്കണു, നമ്മൾ കേൾക്കണു അല്ലേ? എന്നിലെ ഭഗവാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കണു, അത് ഞാൻ കേൾക്കണമുണ്ട്. അത് നിങ്ങൾ കൂടി കേട്ട് സായുജ്യമണയാൻ സാധിച്ചാൽ അത് എൻ്റെ തൊപ്പിയിലുള്ള ഒരു ഫീതറായിട്ട് ഭഗവാൻ കണക്കാക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ പറയണു, കേൾപ്പിക്കുമോ? ഇവൻ്റെ മനസ്സിൽ മായാനാശം ചെയ്യുന്നവൻ നമ്മുടെ ഉള്ളിലുണ്ട്. വേഗത്തിൽ പ്രസാദിക്കും, കാര്യം അറിയണവരെ വേഗത്തിൽ പ്രസാദിക്കും. ഇനി അതിൻ്റെ ഭാവാർത്ഥം, യാതൊരുവനിൽ സമർപ്പിച്ചിരിക്കുന്ന വിചാരശക്തി എവിടെ സമർപ്പിക്കേണ്ടത്? അവരവരുടെ ഉള്ളിലുള്ള ഭഗവാനിൽ. സർവപാപങ്ങളെയും സംഹരിപ്പാൻ സമർത്ഥയോ, യാതൊരുവൻ്റെ മായാവിലാസം കീർത്തിക്കുവാൻ തക്കതായ ആശ്ചര്യത്തിന് ഇരിപ്പിടമായിരിക്കുന്നുവോ, ആ ശ്രീ ഭഗവാൻ സകല മംഗളങ്ങളെയും നൽകുന്നതിന് യോഗ്യതയുള്ള ഈ മനോഹര കഥയെ ഭക്തിപൂർവം കേൾപ്പിക്കുകയും ചെയ്യുന്നവൻ ആരായിരുന്നാലും അവൻ്റെ ഹൃദയത്തിൽ തൽക്ഷണം പ്രസാദിക്കും. കേൾക്കുവാനും കേൾപ്പിക്കുവാനുമുള്ള അധികാരി ഭക്തിയുള്ളവൻ തന്നെ എന്ന് സാരം. ഭക്തിയുള്ളവന് മാത്രമേ കേൾപ്പിക്കുവാനുമുള്ള അധികാരി, കേൾപ്പിക്കുവാനും. അപ്പോൾ നമ്മളൊരാൾക്ക് ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ ആ സഹായം ക്രയവിക്രയാവരുത്. ഭക്തിയുള്ളവർക്ക് ഒരു ഭക്തൻ ചെയ്യുന്നതെന്തും ഭഗവാന്റെ പ്രസാദമാണ്. അത് കടല. അതെന്താണ് പിന്നെ? ധർമാർത്ഥ കാമ മോക്ഷത്തിലേക്കുള്ള റിസീവ് ചെയ്യണത് എന്തായിട്ടാ? പ്രസാദമായിട്ട്. കൊടുക്കണത് എന്തായിട്ടാ? പ്രസാദമായിട്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ 50-ാമത്തെ ശ്ലോകം പറയണു, കേൾക്കുവാനും കേൾപ്പിക്കുവാനുമുള്ള അധികാരി ഭക്തിയുള്ളവൻ തന്നെ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇനി 50-ാമത്തെ ശ്ലോകം, തസ്മിൻ പ്രസന്നേ സകലാശിഷാം പ്രഭോ കിം ദുർലഭം താഭിരലം ലവാത്മഭി അനന്യദൃഷ്ട്യാം ഭജതാം ഗുഹാശയാം സ്വയം വിധത്തെ സ്വഗതിം പരപരാം. തസ്മിൻ പ്രസന്നേ സകലാശിഷാം പ്രഭു കിം ദുർലഭം താഭിരലം ലവാത്മഭി അനന്യദൃഷ്ട്യാ ഭജതാം ഗുഹാശയാ.
ഗുഹാശയ, ആ വാക്ക് ഭജതാം ഗുഹാശയ, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയമാകുന്ന ഗഹ്വരത്തിൽ, ഗുഹയിൽ വസിക്കുന്നവെന്നർത്ഥം. അതിൻ്റെയൊക്കെ ഒരു പ്രാവീണ്യം അല്ലെങ്കിൽ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണ്ടേ. സ്വയം വിധത്തെ സ്വഗതിം പരമ്പരാം, അതിൻ്റെ വാക്കാർത്ഥം ശ്രദ്ധിക്കുക. സകല ആശിസ്സുകളുടെയും പ്രഭുവായിരിക്കുന്ന ആ ദേവൻ പ്രസാദിച്ചിരിക്കുമ്പോൾ ദുർലഭം എന്തുണ്ട്? ഒന്നുമല്ല, ഒന്നും ദുർലഭമല്ല. അപ്പോൾ തുച്ഛകളായിരിക്കുന്ന ആശിസ്സുകൾ കൊണ്ട് മതി അന്യസങ്കല്പം കൂടാതെ ഭജിക്കുന്നവരുടെ ഹൃദയഗുഹയിൽ വസിക്കുന്ന, ഐ ആം വെരി മച്ച് ടച്ച്ഡ് ബൈ ദിസ് വേർഡ് ഗുഹാശയ. ഞാനൊരു എത്ര പ്രാവശ്യമാണ് ഇത് സ്മരിക്കണം എനിക്കറിയില്ല. എനിക്ക് ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന ഒരു ആരാധനയാണ്. എല്ലാവരുടെയും ആത്മാവ് അവരവരുടെ ഗുഹയിലാണ് ഇരിക്കുന്നത്, ഹൃദയമാകുന്ന ഗഹുരത്തിൽ. അതിനെ മാനിക്കുക. അപ്പോൾ ഹൃദയഗുഹയിൽ വസിക്കുന്ന പരംപുരുഷൻ സർവോത്കൃഷ്ടമായ സ്വഗതിയെ സ്വയം നൽകുന്നു. ഭഗവാൻ സ്വയം നേരിട്ടിട്ടാണ് തരുന്നത്. അവിടെ there is no subagents. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഭഗവാന്റെ പ്രസാദത്താൽ സിദ്ധിക്കുന്ന ഫലം എന്തെന്ന് കാണിക്കുന്നു. സകലങ്ങളായ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്നതിന് ഇന്നതെന്നില്ല. ചന്ദ്രനിലേക്ക് പോകണോ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ പോവും. ആ ദേവൻ പ്രസാദിച്ചാൽ സിദ്ധിക്കാതെ എന്തിരിക്കുന്നു? നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാ. അപ്പോൾ എന്നാലും തുച്ഛകളായിരിക്കുന്ന ആശകളെ ഫലിപ്പിക്കണമെന്നുള്ള പ്രാർത്ഥനാബുദ്ധിയുള്ള ഒരുവൻ ആ ഭഗവാനെ നിർവ്യാജമായി ഭജിക്കുകയില്ല. നിർവാജ്യമായിട്ട് ഭജിച്ചാൽ രക്ഷപ്പെട്ടേ, മോക്ഷം ഉറപ്പായി. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ? നിഷ്കാമകർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഭജനം തന്നെ വ്യർത്ഥമല്ലയോ എന്ന് ശങ്കിക്കേണ്ട. യാതൊന്നും സങ്കല്പിക്കാതെ ഭജിക്കുന്നവരുടെ ഹൃദയഗുഹയിൽ, അതാണ് ഹൃദയഗുഹയിൽ വസിക്കുന്ന ഭഗവാൻ പ്രാർത്ഥിക്കാതെ തന്നെ അവർക്ക് കൈവല്യത്തെ നൽകുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ ചോദിച്ചത് കിട്ടും. പക്ഷെ നമ്മൾ ചോദിക്കണതൊക്കെ തുച്ഛ. മോക്ഷം എന്നുള്ളത് ആരും ചോദിക്കുന്നില്ല. പക്ഷെ അത് വളരെ സീരിയസ് ആൻഡ് ഒരു മാഗ്നാനിമസ്, എത്രത്തോളം വലുതാണെന്നുള്ളത് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നിഷ്കാമം ചെയ്യുന്നവർക്ക് മോക്ഷം ഗ്യാരൻറ്റീഡാണ്. അപ്പോൾ കൈവല്യത്തെ നൽകുന്നു. നാശരഹിതമായ പരമപുരുഷാർത്ഥം കൈവല്യം മാത്രമാണ്. ഹൃദയഗുഹയിൽ ഭഗവത് പ്രകാശം അനുഭവപ്പെടണമെങ്കിൽ, ഭഗവാൻ എല്ലാവരുടെയും ഹൃദയഗുഹയിലുണ്ട്, പക്ഷേ അനുഭവപ്പെടണമെങ്കിൽ തുച്ഛങ്ങളായ വിഷയാഗ്രഹങ്ങൾ നശിക്കണമെന്ന് സിദ്ധാന്തം. തലവേദന മാറ്റിത്തരണേ, ഇല്ലേ? മുട്ടുംകാല് മാറ്റിത്തരണേ, അല്ല വേദന മാറ്റിത്തരണേ. മോക്ഷം തരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതാണോ തലവേദനയും മുട്ടുംകാലും ഒക്കെ, വേദനയൊക്കെ? അതുകൊണ്ട് 51-ാമത്തെ ശ്ലോകം, എനിക്ക് തോന്നുന്നത് 51, അതെ, ഇത് ലാസ്റ്റ് ആണ് ഈ അധ്യായത്തിൽ. കോ നാമലോകേ പുരുഷാർത്ഥസാരവിത് പുരാകഥാനാം ഭഗവത് കഥാസുധാം ആപീയ കർണാഞ്ജലിഭിർഭവാപഹാം അഹോ വിരജ്യേത വിനാ നരേതരം. ഇതാണ് ശ്ലോകം. ലോകത്തിൽ പുരുഷാർത്ഥസാരവിത്ത്, പുരുഷാർത്ഥത്തിൻ്റെ സാരമായ കാരണത്തെ അറിയുന്ന മൃഗപ്രായമല്ലാതെ, നരേതരം വിന, മൃഗപ്രായമല്ലാത്ത, വ്യക്തിത്വത്തിനെ ബഹുമാനിക്കാണ്ട് വ്യക്തികളെ ആരാധിക്കുന്നത് മൃഗങ്ങളാണ്. പറഞ്ഞ പ്രശ്നമുണ്ടോ? ആളുകളെ കാണാതെ ആളുകളുടെ പ്രവൃത്തി നോക്കിയിട്ട് ആ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നതാണ് ഈശ്വരീയത. വ്യക്തികളെ ആരാധിക്കരുത്. വ്യക്തികളെ ആരാധിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. എന്താ അങ്ങനെ പറയാൻ കാരണം? വളരെ
ആരായിക്കോട്ടെ, ഹൂവർ ഇറ്റ് മേ ബി, വ്യക്തികളെ ആരാധിക്കരുത്, വ്യക്തിത്വത്തെ ആരാധിക്കാം. അപ്പോൾ പറഞ്ഞു, പുരാവൃത്തങ്ങളുടെ സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്നതായ ഭഗവാന്റെ കഥയാകുന്ന അമൃതത്തെ കർണപുടങ്ങളാൽ ഏറ്റവും പാനം ചെയ്തിട്ട് അവയിൽ വിരക്തനായി വരും. ഇതിലെ തുച്ഛങ്ങളായ കാര്യങ്ങളിൽ വൈരാഗ്യം വരണം, വിരക്തത വരണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അധ്യായത്തിലെ 13-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ധർമാർത്ഥ കാമ മോക്ഷങ്ങളായ 4 വിധ പുരുഷാർത്ഥങ്ങളെയും ലഭിപ്പാൻ ഈശ്വരകാരുണ്യം തന്നെ പരമകാരണമെന്ന് അറിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരുവൻ, കർമ്മം കൊണ്ട് മോക്ഷം കിട്ടില്ല, ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം. ഒരുവൻ മൃഗതുല്യനല്ലെന്ന് വരുന്ന പക്ഷം സകല സംസാര ക്ലേശങ്ങളെയും വേരോടെ നശിപ്പിച്ച് പരമാനന്ദത്തെ നൽകുന്നതായ ഭഗവാന്റെ കഥയാകുന്ന അമൃതത്തെ ശ്രോത്രപുടങ്ങൾ കൊണ്ട് എത്ര തന്നെ പാനം ചെയ്താലും മതിയെന്ന് വിചാരിക്കുമോ? ഇല്ല. കാരണം എന്താ? അത് എത്രത്തോളം പാനം ചെയ്യണമോ അത്രത്തോളം അതിനെ സ്വീകരിക്കാനുള്ള മനസ്സാകുന്ന പാത്രം ആകാശം മാതിരി അതിർത്തികളില്ലാത്തതും ആഴം കണക്കാക്കാൻ പറ്റാത്ത സമുദ്രം പോലെയും ആയിരിക്കണം. അപ്പോൾ ഒരിക്കലും വിചാരിക്കില്ല, അഥവാ അങ്ങനെ ഒരുവന് തോന്നുന്ന പക്ഷം അവൻ അനന്തജന്മങ്ങളിൽ ചെയ്തതായ പാപത്തിൻ്റെ ഫലം അവനെ മൃഗാവസ്ഥയിലേക്ക് കൊണ്ടുപോവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളണം. ആലോചിച്ച് നോക്കണം. മോക്ഷം തരാം, മോക്ഷത്തിനുള്ള വഴി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തുച്ഛങ്ങളായ ശരീര സൗഖ്യങ്ങൾക്ക് വല്ല എന്താ പറയുക നിവൃത്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ അഹോ കഷ്ടം എന്ന് പറയാല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായില്ലേ? അപ്പോൾ അവനെ മൃഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളണം. കഥാശ്രവണം ഭഗവത് പ്രസാദത്തിന് കാരണമായിരിക്കുന്നതിനാൽ സർവപുരുഷാർത്ഥയും നൽകുന്ന ഭഗവാന്റെ കഥകളെ നിരന്തരം, നിരന്തരം വലിയൊരു കാര്യമാണ്. അതുമാത്രമല്ല, ശ്രദ്ധയാ കേൾക്കണമെന്ന് സാരം. ഞാനിത് പറയുമ്പോൾ എനിക്ക് കൺവിൻസ് ആയിട്ടില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇത് എനിക്ക് ഉപകരിക്കണേ കൃഷ്ണ, ഗുരുവായൂരപ്പ, ആപത്തുകൾ വരുത്തരുതേ, നിഷ്കാമകർമ്മം ചെയ്യാൻ സാധിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അഹങ്കാരം ഉണ്ടാവരുത്, അഹന്ത ഉണ്ടാവരുത്, വിനയത്വം ആയിരിക്കട്ടെ നമ്മുടെ കൈമുതൽ എന്നൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് നിരന്തരം ശ്രദ്ധയാ കേൾക്കണമെന്ന് സാരം. കൈവല്യത്തെ മാത്രം ആഗ്രഹിപ്പാൻ തക്ക വിഷയവൈരാഗ്യം സിദ്ധിക്കാത്ത സാമാന്യ ജനങ്ങൾക്ക് ആദ്യത്തെ 3 ധർമ്മം, അർത്ഥം, കാമം അതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ ധർമാർത്ഥ കാമങ്ങളിൽ ആശയുണ്ടാവുന്ന പക്ഷം അതും ഭഗവത് പ്രസാദത്താൽ മാത്രമേ സഫലമാകുകയുള്ളൂ. അതായത് നമ്മുടെ ഇടയിൽ ധർമ്മിഷ്ഠന്മാരുണ്ടാവും, സമ്പന്നന്മാരുണ്ടാവും, ധർമ്മം, അർത്ഥം, ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നവരുണ്ടാവും. ഈ 3 സംഭവിക്കുന്നതും ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ടാണ്, അല്ലാന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ സുവിരക്തനും, വിരക്തൻ എന്നുള്ളതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സുവിരക്തനും, അവിരക്തനും, വിരക്തി ഇല്ലാത്തവനും, അതെ വിരക്തി ഇല്ലാത്തവനും ഭഗവത് കഥാ പരിശീലനം അത്യാവശ്യമാണെന്ന് സാരം. എനിക്ക് വായിക്കാൻ അറിയാമെന്നല്ല പറയണ്ട, എനിക്ക് വായിച്ച് പഠിക്കണം എന്നൊരു ധാരണ നമുക്കുണ്ടാവണം. മനസ്സിലായില്ലേ?
ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയസ്കന്ധേ ബന്ധസർഗനിരൂപണപ്രകരണേ വരാഹപ്രാദുർഭാവനിരൂപണം നാമ ത്രയോദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ചുരുക്കത്തിലിപ്പോൾ എന്തായി, നമ്മളെ ഈശ്വരാനുഗ്രഹം കൊണ്ട് തൃതീയ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായം ഭഗവാന്റെ പാതാരവിന്ദത്തിൽ വെച്ച് നമസ്കരിക്കണം. അങ്ങനെ ഇരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും എത്തട്ടെ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.